Dear students, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസസ് അഥവാ ജൈവ കൃഷി രീതികൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സിന്റെ ഹാർവെസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ടെക്നോളജീസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് യൂണിറ്റിൽ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്ട്സിന്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷന്റെ പ്രൊസീജിയറും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഓഫ് ഓർഗാനിക് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്റർപ്രൈസസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് ഏജൻസീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ആണ്. ഈ 3 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഏതൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഥവാ വിപണന തന്ത്രങ്ങൾ ആണ്. മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ഓർ സെല്ലർ ടു ദ കൺസ്യൂമർ ഓർ ബയർ including advertising, shipping, storing and selling. അതായത് ഉൽപാദകരിൽ നിന്ന് ആർക്കാണോ ഇത് ആവശ്യം ഉപഭോക്താവിലേക്ക് സാധനങ്ങളും അതുപോലെ സേവനങ്ങളും എത്തിക്കുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് അഥവാ വിപണനം എന്ന് പറയുന്നത്. ഇതിൽ അഡ്വർടൈസിംഗ്, അതുപോലെ ഷിപ്പിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറിംഗ്, സെല്ലിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നോക്കാം. ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മാർക്കറ്റിംഗ് സഹായിക്കുന്നു. ഇറ്റ് വിൽ ക്രിയേറ്റ് എ സെൻസ് ഓഫ് യൂട്ടിലിറ്റി ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്. അതായത് ആവശ്യത്തിലധികം പ്രൊഡക്ട്സ് ഉള്ള ഉൽപ്പന്നങ്ങളുള്ള ഉൽപാദകരുടെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ഉപഭോക്താക്കളിലേക്ക് ഈ സർവീസസും പ്രോഡക്ട്സും എത്തുന്നത് മാർക്കറ്റിംഗിലൂടെയാണ്. ഇറ്റ് വിൽ ചാനൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ സർവീസ് ഓർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസേഴ്സ് ടു ദ സർവീസ് ഓർ പ്രോഡക്റ്റ് സീക്കേഴ്സ്. പ്രൊഡക്റ്റ് അതുപോലെ തന്നെ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് അതിന്റെ ഉൽപാദകരിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ചാനലാണ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ വേ ഓഫ് സാറ്റിസ്ഫൈങ് ദ നീഡ്സ്. ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വഴിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഥവാ വിപണന തന്ത്രങ്ങൾ. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 പിയിൽ തുടങ്ങുന്ന വാക്കുകളാണ് ഉള്ളത്. അതിൽ വരുന്നതാണ് പ്രോഡക്റ്റ് സ്ട്രാറ്റജി, പ്രൈസ് സ്ട്രാറ്റജി, പ്ലേസ് സ്ട്രാറ്റജി ആൻഡ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ഈ ഓരോ തന്ത്രങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത് വരുന്ന സ്ട്രാറ്റജിയാണ് പ്രോഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഈസ് ദ ഫസ്റ്റ് എലിമെന്റ്. ഉൽപ്പന്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. പ്രോഡക്റ്റ് ഈസ് എ തിങ് പ്രോസസിംഗ് യൂട്ടിലിറ്റി. നമുക്ക് ഉപയോഗപ്രദമായ എന്തിനേയും നമുക്ക് ഉൽപ്പന്നം എന്ന് പറയാം. ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ഇറ്റ് ഷുഡ് വാല്യൂ ദ മണി ദേ സ്പെൻഡ്. അതായത് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമായിരിക്കണം. അതുപോലെ തന്നെ അവർ ചെലവാക്കുന്ന വിലയ്ക്ക് മൂല്യം നൽകുന്നതായിരിക്കണം ഉൽപ്പന്നം. ദ മാനുഫാക്ചറർ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് ഡിസൈഡ് ദ ടൈപ്പ്, ഷേപ്പ്, ഡിസൈൻ, ബ്രാൻഡ്, പാക്കേജ് ഓഫ് ദ ഗുഡ്സ് എക്സെട്ര. അതായത് ആദ്യം ഒരു ഉൽപ്പന്നം ഏതാണെന്ന് തീരുമാനിച്ചതിന്റെ ശേഷം അതിന്റെ ഷേപ്പ്, ഡിസൈൻ, ബ്രാൻഡ്, പാക്കേജ് ഒക്കെ ഉൽപാദകർ തീരുമാനിക്കും. അത് കസ്റ്റമറിന്റെ അഥവാ ഉപഭോക്താവിന്റെ താല്പര്യം അനുസരിച്ച് തന്നെ ആയിരിക്കും. ദ പ്രോഡക്റ്റ് ഈസ് മാർക്കറ്റേഴ്സ് പ്രൈമറി വെഹിക്കിൾ ഫോർ ഡെലിവറിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഉൽപ്പന്നമാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വിപണന തന്ത്രം എന്ന് പറയുന്നത്. ഇത് പ്രോഡക്റ്റ് സ്ട്രാറ്റജി അഥവാ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രം വിശദീകരിക്കുന്നതിനായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു സ്ലൈഡാണ്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് സാധനങ്ങൾ വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തതിനോടൊപ്പം അതിന്റെ ഷേപ്പ്, ഡിസൈൻ,
അതുപോലെ പാക്കേജിങ്, ബ്രാൻഡിങ് ഒക്കെ കൊണ്ട് ഉപഭോക്താവിനെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇത് വിപണനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ്. Next strategy is price strategy. After deciding the product, the producers will decide the price. നമ്മളുടെ ഉൽപ്പന്നം ഏതാണെന്ന് തീരുമാനിച്ചതിന്റെ ശേഷം ഉൽപാദകർ അതിന്റെ വില നിർണ്ണയിക്കും. Price is the amount of money asked in exchange of the product. ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് പകരമായിട്ട് ലഭിക്കുന്ന മൂല്യത്തിനാണ് നമ്മൾ വില എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി റീസണബിൾ സോ ദാറ്റ് ബയേഴ്സ് പേ ഫോർ ദി പ്രോഡക്റ്റ്. നമ്മളുടെ വില കൂടുതലാണെങ്കിൽ ബയേഴ്സ് വിൽ റിജക്ട് ദ പ്രോഡക്റ്റ്. ഉപഭോക്താക്കൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത് വരുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മളുടെ ഉൽപാദന ചെലവ്. കൺസ്യൂമേഴ്സ് എബിലിറ്റി ടു പേ, അതായത് ഉപഭോക്താവിന് ആ പ്രോഡക്റ്റ് വില കൊടുത്തു വാങ്ങാനുള്ള കഴിവ്. കോമ്പറ്റീഷൻ, മത്സരം, അതായത് ഒരേ ഉൽപ്പന്നങ്ങൾ തന്നെ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള മത്സരം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, മാർജിൻ ഓഫ് പ്രോഫിറ്റ്, നമുക്ക് ആ ഉൽപ്പന്നം വിൽക്കുമ്പോൾ നമുക്കൊരു മാർജിൻ ലഭിക്കണം. ആ രീതിയിലായിരിക്കണം വില നിർണ്ണയിക്കേണ്ടത്. നെക്സ്റ്റ്, പ്ലേസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അതായത് മൂന്നാമത്തെ വിപണന തന്ത്രമാണ് പ്ലേസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തായിരിക്കണമെന്നില്ല. അത് ആ ഉൽപ്പന്നം അവരിലേക്ക് എത്തിക്കുന്നതിനെയാണ് പ്ലേസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്കിംഗ് ദ പ്രോഡക്റ്റ് അവൈലബിൾ ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. ആർക്കാണോ ആവശ്യം ആവശ്യക്കാരിലേക്ക് എത്തിക്കണം. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ ഡെലിവറി ഓഫ് ദി പ്രോഡക്ട്സ് at right time at right place. ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെയാണ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഡിസിഷൻ റിഗാർഡിംഗ് ദി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ പെട്ട ആളുകളുടെ ഡിസിഷന്റെ ഒരു കോമ്പിനേഷൻ, ഒരുമിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പ്ലേസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. ഇതിൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടാണ് പ്ലേസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി നിർണ്ണയിക്കപ്പെടുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഫീഡർ മാർക്കറ്റ്സ്, വില്ലേജ് വീക്ക്ലി ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് വിപണനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, ഫീഡർ മാർക്കറ്റ്സ്, വില്ലേജ് വീക്ക്ലി ഫെയർസ്, ഫെസ്റ്റിവൽസ് എന്നിവ. Next strategy is the promotion strategy. It includes all the activities that induce and motivate customers to buy the product. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഉപഭോക്താക്കളെ ആക്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പ്രൊമോഷൻ സ്ട്രാറ്റജി. There are many ways to promote the product. The selection of alternatives will determine the success of marketing effort. അതായത് പ്രൊമോഷന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഏറ്റവും മികച്ചത് തീരുമാനിക്കുന്നതാണ് പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനം. അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ ആർ ഡിഫറെന്റ് വേസ് ഓഫ് പ്രൊമോഷൻ. നമുക്ക് പരസ്യങ്ങളിലൂടെ, അതുപോലെ നേരിട്ടുള്ള വിൽപ്പന, സെയിൽസ് പ്രൊമോഷൻ, അതായത് ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ, ഇതൊക്കെ ഡിഫറെന്റ് വേസ് ഓഫ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ്. മെയിൻ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത് ബിൽഡ് അവയർനെസ് എമംഗ് ദി ടാർഗറ്റ് കസ്റ്റമേഴ്സ്, അതായത് നമ്മളുടെ ഉപഭോക്താക്കൾ ആരാണോ അവരിലേക്ക് നമ്മളുടെ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക. രണ്ടാമത് എൻകറേജ് ദ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ ലോക്കലി ഓർഗാനിക് എന്ന് പറഞ്ഞ വിപണനം നടത്തുന്ന ഒരു ഫാർമറെ കാണാൻ സാധിക്കും. ഈ ഫാർമർ ലോക്കലി ഓർഗാനിക് എന്ന ലേബലിലൂടെ വിറ്റഴിക്കുമ്പോൾ, അതായത് ലോക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റിനും അതുപോലെ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിനും കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കളുടെ ഇടയിൽ ആവശ്യകത ഉണ്ടാവും എന്നുള്ള ആ താല്പര്യം ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊമോഷൻ ആണ് അവിടെ നടക്കുന്നത്. മൂന്നാമത് ജനറേറ്റ് ഡിമാൻഡ് എമംഗ് ദി കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിൽ ആവശ്യകത ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള 3 സ്ട്രാറ്റജീസ് ആണ് ഈ സ്ലൈഡിൽ ഉള്ളത്.
അടുത്ത പ്രൊമോഷൻ സ്ട്രാറ്റജി ആണ് ഇൻഡ്യൂസ് പ്രോസ്പെക്ട്സ് ഓഫ് കസ്റ്റമേഴ്സ് ടു ടേക്ക് ആക്ഷൻ. അതായത് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഉപഭോക്താക്കളെ കണ്ടെത്തുകയും ആ ഉപഭോക്താക്കളെ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി. നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്, വ്യക്തിപരമായ വിൽപ്പന. ഇത് നമുക്ക് ഇന്റർനെറ്റ് മുഖേനയും നേരിട്ടും ഒക്കെ ചെയ്യാവുന്ന ഒരു മാർഗമാണ് പേഴ്സണൽ സെല്ലിംഗ്. നെക്സ്റ്റ് അഡ്വർടൈസിങ്, പരസ്യങ്ങൾ. അത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതായിരിക്കും. നമ്മളുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള പരസ്യങ്ങൾ പലതരം മീഡിയകളിലൂടെ നൽകുന്നതിനെയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രൊമോഷൻ സ്ട്രാറ്റജി ആണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ്, ടെലി മാർക്കറ്റിംഗ്, മെയിൽ മാർക്കറ്റിംഗ്, കാറ്റലോഗ് മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാം ഉൾപ്പെടുന്നു. നെക്സ്റ്റ് പ്രൊമോഷൻ ത്രൂ സോഷ്യൽ മീഡിയ. ഇന്ന് എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള അഡ്വർടൈസ്മെന്റിലൂടെ നമ്മളുടെ പ്രോഡക്റ്റിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്. എ കൊമേഴ്സ്യൽ മെസ്സേജ് ഈസ് സെൻഡ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ത്രൂ ഇമെയിൽ. അതായത് ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം കൊമേഴ്സ്യൽ മെസ്സേജ് ഇമെയിൽ ആയിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഇമെയിൽ ഈസ് സെൻഡ് ടു പൊട്ടൻഷ്യൽ ഓർ കറന്റ് കസ്റ്റമേഴ്സ്. നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഉപഭോക്താക്കളിലേക്കും ഇപ്പോൾ നിലവിലുള്ള ഉപഭോക്താക്കളിലേക്കും ഇമെയിലുകൾ അയക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് അഡ്വർടൈസ്മെന്റ്, റിക്വസ്റ്റ് ബിസിനസ്, solicit sales or donation. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ബിൽഡ് ലോയൽറ്റി, അതായത് ഉൽപാദകരിൽ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുക. ടു ബിൽഡ് ട്രസ്റ്റ്, ഉപഭോക്താക്കളിൽ ഈ ഉൽപ്പന്നത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക. ടു ബിൽഡ് ബ്രാൻഡ് അവയർനെസ്, നമ്മളുടെ പ്രോഡക്റ്റ് ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള അറിവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നിവയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, വലതുഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രോബ്ലംസ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ പ്രോബ്ലംസ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സീസണാലിറ്റി ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അതായത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എല്ലാം സീസണൽ ക്രോപ്സ് ആയിരിക്കും, അധികവും സീസണൽ ക്രോപ്സ് ആയിരിക്കും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ബൾക്കായിട്ട് ഉണ്ടാവുകയും ഇത് അതിന്റെ വില കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ സ്ലൈഡിൽ നമുക്ക് സീസണൽ ആയിട്ട് ഉണ്ടാവുന്ന ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും എല്ലാം പിക്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ പ്രോബ്ലം ആണ് പെരിഷബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് ഇത് ഈട് നിൽക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ചീഞ്ഞു പോണ കാര്യങ്ങളാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. അപ്പൊ ഇത് ഉണ്ടാവുന്ന സമയത്ത് നമുക്കിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിൽ വേണ്ടത്ര വില ലഭിക്കാതെ വരും. നമുക്ക് കുറച്ചു കാലത്തേക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വില കുറയുന്നതിന് കാരണം ആവുന്നുണ്ട് പെരിഷബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഇനാഡിക്വേറ്റ് സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നതാണ്. അതായത് നമുക്ക് ഉള്ള സ്റ്റോറേജ് സ്പേസ്, നമ്മളുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. ഫുഡ് ഗ്രെയിൻസ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാവുക. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് വലിയ വെയർ ഹൗസസ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആവശ്യമുണ്ട്. അത്രമാത്രം സ്റ്റോറേജ് സ്പേസും വെയർ ഹൗസസും നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ അടുത്ത ഒരു പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. നമുക്കറിയാം ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മൗണ്ടൻസ് ഉണ്ട്, അതുപോലെ സമതലങ്ങളുണ്ട്, തീരദേശങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റും ഇന്ത്യൻ മാർക്കറ്റിന്റെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം. നമുക്ക് ട്രെയിനിലൂടെ അതുപോലെ ലോറികളിലൂടെ ഒക്കെ ഈ പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാം. എന്നാൽ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇൻഅഡക്വേറ്റ് ആണ്. ആവശ്യത്തിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ അടുത്ത ഒരു പ്രോബ്ലം ആണ്.
നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ക്വാളിറ്റി വേരിയേഷൻ. അതായത് നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയിരിക്കും. ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതിനെല്ലാം നമ്മളുടെ ഒന്നിച്ച് വിപണിയിലേക്ക് വരുമ്പോൾ അതിൽ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള, ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളതും സെക്കൻഡ് ക്വാളിറ്റി ഉള്ളതും ലോ ക്വാളിറ്റി ഉള്ളതും എല്ലാം കൂടി ഒരുമിച്ചാണ് ഫാർമർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ഒരു വില നിർണയം ഫാർമർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ക്വാളിറ്റി വേരിയേഷൻ കൊണ്ട് ഉണ്ടാവുന്ന വിലക്കുറവ് നമ്മളുടെ ഫാമേഴ്സിന് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് നെക്സ്റ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിൽ വരുന്ന ഒരു പ്രോബ്ലം. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ അടുത്ത ഒരു പ്രോബ്ലം ആണ് ഇറഗുലർ സപ്ലൈ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയണില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നാച്ചുറൽ കലാമിറ്റീസ്, ചിലപ്പോൾ ഫ്ലഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പലതരം കാറ്റുകൾ, ചുഴലിക്കാറ്റുകളായിരിക്കാം. ഇതുകൊണ്ട് നമ്മളുടെ പ്രൊഡ്യൂസ്, നമ്മളുടെ ഫാമേഴ്സ് ഉണ്ടാക്കുന്ന ഫുഡ് ഗ്രെയിൻസ് ആണെങ്കിലും അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പോലെയുള്ള അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം നശിച്ചു പോണത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ പറഞ്ഞ സമയത്ത് പലപ്പോഴും നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കണില്ല. അപ്പൊ അത് ഇറഗുലർ സപ്ലൈ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് പെസ്റ്റ് ആൻഡ് ഡിസീസ് പ്രോബ്ലം. പെസ്റ്റുകൾ വന്നിട്ടും ഡിസീസ് വന്നിട്ടും ഒക്കെ പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുകയും അതുപോലെ നമുക്ക് മാർക്കറ്റിലേക്ക് വിചാരിച്ച രീതിയിലേക്ക് നമ്മുടെ പ്രൊഡ്യൂസ് എത്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പൊ ഇറഗുലർ സപ്ലൈ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഒരു പ്രധാനപ്പെട്ട, ഫുഡ് ഗ്രെയിൻസ് മാത്രമല്ല അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ അടുത്ത ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് സ്മോൾ സൈസ് ഹോൾഡിംഗ് ആൻഡ് സ്കാറ്റേർഡ് പ്രൊഡക്ഷൻ. അതായത് നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഫാമേഴ്സിനുള്ള ലാൻഡിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിൽ, ഈ പൈ ഡയഗ്രത്തിൽ നമുക്ക് ബ്ലൂ കളറിൽ കാണുന്നത് ബിലോ 1 ഹെക്ടർ, 1 ഹെക്ടറിൽ താഴെ ഉള്ള ഫീൽഡിന്റെ ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഭൂരിപക്ഷം ഫാമേഴ്സിനും ഉള്ള ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 1 ഹെക്ടറിനേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്മോൾ സൈസ് ഹോൾഡിങ്സ് ആണ് ഉള്ളത്. നമ്മളുടെ ഫാമേഴ്സിനുള്ള ലാൻഡിന്റെ ഏരിയ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. ഇത് സ്കാറ്റേർഡ് പ്രൊഡക്ഷന് കാരണമാവും. അതായത് ഒരു ഫാർമർ അല്ലെങ്കിൽ ഒരു കൂട്ടം ഫാമേഴ്സ് ഒരുമിച്ചുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ വിലയിൽ അവർക്ക് വില പേശാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ഈ സ്കാറ്റേർഡ് പ്രൊഡക്ഷനിലൂടെ വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ. നമുക്ക് മീഡിയ വഴിയാണ് ഫാമേഴ്സിനുള്ള ഇൻഫോർമേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എത്തിച്ചു കൊടുക്കുന്നത്. ഇന്റർനെറ്റ് മുഖേന, ടെലിവിഷൻ മുഖേന, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് എന്നിവ വഴി വിപണിയിലുള്ള വിലകളെ കുറിച്ചും അതുപോലെ തന്നെ വിപണി സാധ്യതകളെ കുറിച്ചും ഉള്ള ഇൻഫോർമേഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ മീഡിയകളിലൂടെയാണ്. കേരളത്തിനെ സംബന്ധിച്ചല്ല, പൊതുവെ നമ്മളുടെ രാജ്യത്തിലെ ഫാമേഴ്സ് ഇലിറ്ററേറ്റ് ആയതുകൊണ്ട് തന്നെ അവരിലേക്ക് ഈ ഇൻഫോർമേഷൻസ് എത്തുന്നില്ല എന്നുള്ളതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ അടുത്ത ഒരു പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ലോങ് ചെയിൻ ഓഫ് ഇന്റർമീഡിയറീസ്. ഇടനിലക്കാര് വളരെ കൂടുതലാണ്. അതായത് ഫാർമറിൽ നിന്ന് അഥവാ പ്രൊഡ്യൂസറിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക് അല്ല അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ എത്തുന്നത്. അതിനിടയിൽ ഒരുപാട് ഇടനിലക്കാര് വരുന്നുണ്ട്. ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, കമ്മീഷൻ ഏജന്റ്സ്, ട്രാൻസ്പോർട്ടിംഗ് ഏജന്റ്സ്, ഇങ്ങനെ ഒരുപാട് ഇടനിലക്കാര് വരുന്നത് കൊണ്ട് തന്നെ ഫാർമർക്ക് ലഭിക്കേണ്ട വില പല ആളുകളിലേക്കായി വിഭജിക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുത്ത ഒരു പ്രോബ്ലം ആണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ ലോങ് ചെയിൻ ഓഫ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഡെപ്റ്റ് ഓബ്ലിഗേഷൻ ആൻഡ് ഡിസ്ട്രസ് സെയിൽ. ഫാമേഴ്സ് പലപ്പോഴും വിത്ത് വാങ്ങാനും വളം വാങ്ങാനും അതുപോലെ നാശിനികള്, കുമിൾനാശിനികള് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് തുക ചെലവഴിക്കുകയും അവർ ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ പ്രൈവറ്റ് മണി ലെൻഡേഴ്സിൽ നിന്നും ഒക്കെ ലോൺ എടുക്കുകയും ചെയ്യും. ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിറ്റഴിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാർക്കറ്റിൽ വില കുറവാണ്, ഇവരുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ പെരിഷബിൾ ആണ്, പെട്ടെന്ന് തന്നെ നശിച്ചു പോണ പ്രോഡക്ട്സ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പൊ കിട്ടുന്ന വിലയ്ക്ക് ആ പ്രോഡക്റ്റ് വിറ്റിട്ട് ബാങ്കിന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് ശ്രമിക്കുമ്പോൾ അത് ഡിസ്ട്രസ് സെയിലിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്.
അപ്പോൾ പ്രോബ്ലംസ് ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. സീസണാലിറ്റി ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, പെരിഷബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്, inadequate storage and warehousing facility, quality variation, irregular supply, small size holding and scattered production, lack of information, long chain of intermediaries, debt obligation and distress sale. ഇത്രയുമാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന്റെ പ്രോബ്ലംസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് and the last one, problems of agricultural marketing. ഇത്രയും topics ആണ്. Thank you.